തൃശ്ശൂർ വടക്കുംനാഥൻ്റെ ഭൂമി എന്ന് പറയുന്നത് ആ തേക്കിൻകാട് മൈതാനമടക്കം ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മുഴുവൻ ഭൂമിയുമാണ്. അത് ക്ഷേത്രത്തിൻ്റെ സ്വത്താണ് എന്നുള്ളത് ഒരു ശങ്കയ്ക്കും ഇടയില്ലാതെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവിടെ നടത്തുന്ന രാഷ്ട്രീയ യോഗങ്ങൾ അടക്കമുള്ളവ പാടില്ലെന്ന് കൂടിയാണ് ഹൈക്കോടതി പറയുന്നത്. ഇത് മാത്രവുമല്ല കേട്ടോ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ ഭൂമിയിൽ അവിടെ സിനിമാ ചിത്രീകരണം നടക്കുന്നുണ്ട്. ആരുടെ അനുമതിയോടുകൂടി? പല സിനിമകളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് റിലീസായി വമ്പൻ വിജയങ്ങൾ നേടിയ പല സിനിമകളുടെയും ഷൂട്ടിങ്ങിന് ദേവസ്വത്തിൻ്റെ പോലും അനുവാദം വാങ്ങിയിരുന്നില്ല, രേഖാമൂലമുള്ള അനുവാദം വാങ്ങിയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പൊതുഭൂമിയാണ്, ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാമെന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷേ അത് പൊതുഭൂമി അല്ല. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ മുന്നിലുള്ള ഭൂമി എന്ന് പറയുന്നത് പൊതുഭൂമിയല്ല, അത് ദേവസ്വം ഭൂമിയാണ്. ദേവസ്വം ഭൂമി ദേവൻ്റേതാണ്, വിശ്വാസികളുടേതാണ്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടേതാണ്. അതിൽ ഏറ്റവും പരമമായ അവകാശം ആ മൂർത്തിക്കുള്ളതാണ്, ഭഗവാനുള്ളതാണ്, മറ്റാർക്കുമല്ല. വിശ്വാസിയൊക്കെ ഏറ്റവും അവസാനം വരുന്നുള്ളൂ, മാറി നിൽക്കണം. ഏറ്റവും ആദ്യം ഭഗവാന്റേതാണത്. ആ ഭഗവാന്റെയും ക്ഷേത്രത്തിൻ്റെയുമാണ് ആ ക്ഷേത്ര സ്വത്തുക്കളെല്ലാം തന്നെ. അങ്ങനെയാണത്. അതിന് ശേഷമേ വരുന്നുള്ളൂ ആ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന് ഇത് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. വിശ്വാസികൾ, ആ സമുദായം, അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ്. അവിടെ അത് ഹിന്ദുക്കളുടേതാണ്, ആത്യന്തികമായി ഹിന്ദുക്കളുടേതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല. മറ്റ് ഒരു മതവിശ്വാസികൾക്കും അതിനകത്ത് യാതൊരു തർക്കമോ കാര്യമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭൂമി അന്യാധീനപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും നടക്കുന്നതായി. ഇന്നും ദേവസ്വത്തിൻ്റെ ഇല്ലെങ്കിൽ വടക്കുംനാഥൻ്റെ ഭൂമി പലരും കയ്യേറി വെച്ചിരിക്കുന്നതായിട്ട് കൃത്യമായ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളടക്കം അവിടെ കെട്ടിടങ്ങളൊക്കെ പടിഞ്ഞ് പല ഭാഗത്തും ക്ഷേത്രത്തിൻ്റെ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഹൈക്കോടതിയിലെത്തിയ പ്രധാനപ്പെട്ട പരാതികളും ഹർജികളും ഒക്കെ പരിഗണിച്ചിട്ട് മൈതാനത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മൈതാനത്ത് വാഹനങ്ങളുടെ അനിയന്ത്രിതമായ പാർക്കിംഗ്, അതായത് ഇരുട്ടി വെളുക്കുന്ന സമയം മുഴുവൻ അവിടെ വാഹനങ്ങൾ കൊണ്ടിടുകയാണെന്നുള്ളതാണ്. വാഹനങ്ങളുടെ അനിയന്ത്രിതമായ പ്രവേശനം, പാർക്കിംഗ്, രാത്രി കാലത്തുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം. നമുക്ക് ആ തേക്കൻകാട് മൈതാനത്തിന് ചുറ്റും അറിയാം. അത് ഒരു പൊതുഭൂമിയിൽ പോലും ഇരുന്ന് ആൾക്കാർ മദ്യപിക്കുകയോ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിക്കുകയോ നോൺ വെജ് ആഹാരം കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ ശരി, അങ്ങനെ സംഭവിക്കുന്നത് നിയമവിരുദ്ധമാണോ അത് നമുക്കറിയില്ല. നിയമവിരുദ്ധമാണെങ്കിൽ അബ്കാരി ആക്ട് ഒക്കെ ഉണ്ടല്ലോ, അത് പ്രകാരമൊക്കെ കേസെടുക്കാം. പക്ഷേ ഈ പറയുന്ന ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് പൊതുസ്വത്തല്ല. അവിടെ വിശ്വാസികളുടെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ പ്രകാരം മാത്രമേ അവിടെ ആഹാരം പോലും കഴിക്കാൻ പാടുള്ളൂ. ക്ഷേത്രഭൂമിയിലിരുന്നിട്ട്, ഭഗവാന്റെ ഭൂമിയിലിരുന്നിട്ട് നോൺ വെജ് കഴിക്കുക, മദ്യപിക്കുക, പുകവലിക്കുക തുടങ്ങിയ ഒരു പരിപാടികൾ നടത്തുക പൊതുഭൂമിയിലിരുന്ന് നിങ്ങൾക്ക് എന്തും കാണിക്കുക. പക്ഷേ അതുപോലെയല്ല ക്ഷേത്രത്തിൻ്റെ ഭൂമി എന്ന് പറയുന്നത്. പൊതുഭൂമിയിലിരുന്ന് കാണിച്ചാൽ പോലീസ് അവരെ വേണ്ടപ്പെട്ടവർ ഇടപെട്ടോളൂ, അത് നമ്മുടെ കാര്യമല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ പറയുന്ന ക്ഷേത്രഭൂമിയിൽ ഒരാൾക്കും ഇരുന്ന് ഈ പരിപാടി കാണിക്കാൻ കഴിയില്ല. അവിടെ ഇരുന്ന് നോൺ വെജ് കഴിക്കാൻ പാടില്ല, അത് ക്ഷേത്രം വക ഭൂമിയാണ്. രണ്ടാമത് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു, അതെങ്ങനെ ശരിയാകും? അത് അവിടെ ഇരുന്ന് മദ്യപിക്കാൻ പറ്റില്ല, അത് അവിടെ ഇരുന്ന് പുകവലിക്കാൻ പറ്റില്ല, അവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ, അവിടെ ഇരുന്ന് അനാശാസ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ കഴിയില്ല. അതിനൊക്കെ വല്ല പാർക്കിലോ ബീച്ചിലൊക്കെ പൊക്കോണം എന്നുള്ളതാണ്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് അവിടെ പോകാം. അവർക്ക് അവിടെ പോയിരുന്നിട്ട് ഈ പാർക്കിലോ ബീച്ചിലോ പോയി ചുംബന സമരം നടത്താം, പരിപാടി നടത്താം, എന്ത് വേണമെങ്കിലും നടത്താം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർക്ക് എന്ത് വേണോ ആകാം. അത് ഈ കേരളത്തിൽ, വിശാലമായ കേരളത്തിൽ സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ. അതൊന്നും നമ്മുടെ വിഷയമേ അല്ല എന്നുള്ളതാണ്. ഇവിടെ വിഷയമായിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. തെക്കിൻകാട് മൈതാനമടക്കം ഈ വടക്കുംനാഥൻ്റെ ചുറ്റുമുള്ള മുഴുവൻ ഭൂമിയും, ദേവസ്വം ഭൂമിയും, അത് പരിപാവനമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിന് ഒരു ചുറ്റുമതിൽ അല്ലെങ്കിൽ വേലി തീർത്ത് അതിനെ സംരക്ഷിക്കണം. അതിനകത്തേക്ക് ഒരാളും അനുമതി കൂടാതെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് കൂടി അവിടെ കൊണ്ടുവരേണ്ടതാണ്. അഥവാ ആരെങ്കിലും പ്രവേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് കൃത്യമായ പരിശോധന ഏർപ്പെടുത്തണം. അവിടെ കൊണ്ടുവച്ച് നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം, അവിടെ വെച്ച് മദ്യപിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത്തരത്തിലുള്ള ഒരു അനാശാസ്യ പ്രവർത്തനവും അവിടെ ഇരുന്ന് കാണിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈക്കോടതിയിലെത്തിയ
ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതിലൊന്നാണ് മദ്യപാനം, ഈ പറയുന്ന വേശ്യാസ്ത്രീകളെ കൊണ്ടുവന്നിട്ടുള്ള അവിടുത്തെ കോപ്രായങ്ങൾ, അത് കഴിഞ്ഞിട്ട് മാലിന്യ നിക്ഷേപം. മാലിന്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്നിട്ട് കറക്കി എറിഞ്ഞിട്ട് പോകുന്ന മാലിന്യം കൊണ്ട് തള്ളുന്ന ആൾക്കാർ മുതൽ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന തള്ളുന്ന ആൾക്കാർ വരെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തടഞ്ഞുകൊണ്ടാണ്, ഒക്കെ തടയണമെന്നുള്ള ആവശ്യപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും തടയാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. വടക്കുംനാഥ ക്ഷേത്രഭൂമി ഹൈക്കോടതി വിധി മറികടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തു ചെയ്തു എന്നറിയാമോ? അവിടുത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അവരൊരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൻ്റെ വിശദീകരണ യോഗത്തിൻ്റെ ഒരു നോട്ടീസല്ല, അവർക്ക് ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അറിയിപ്പ് വായിക്കാം. ശ്രീ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് 2026 ജൂലൈ 25 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശ്ശൂർ ചിന്മയ മിഷൻ നീരാഞ്ജലി ഹാളിൽ വെച്ച് ഒരു സർവകക്ഷി യോഗം ചേരുന്നു. ബന്ധപ്പെട്ടവർ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. തൃശ്ശൂർ 24/7/2026. ഒപ്പ് കെ രവീന്ദ്രൻ, പ്രസിഡന്റ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് സർവകക്ഷി യോഗം? ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കണമെന്ന് എല്ലാവരെയും വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ? അതിൻ്റെ ഇവിടെ നൂറുകണക്കിന് വിധി വരുന്നുണ്ടല്ലോ ഒരു ദിവസം. ആ വിധികളെല്ലാം പാലിക്കണമെന്ന് സർവകക്ഷി യോഗം വിളിച്ചിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പാടില്ല എന്ന ഉത്തരവ് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടത്താൻ വേണ്ടി ദേവസ്വം ബോർഡ് അടക്കം ചേർന്നുകൊണ്ട് ഒരു യോഗം വിളിച്ച് അവർക്ക് തോന്നിയതുപോലെയൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡ് ആരുടെയെങ്കിലും കുടുംബ സ്വത്താണോ? അത് കൃത്യമായ ഒരു സംവിധാനമാണ്. അത് വിശ്വാസികളുടേതാണ്. ദേവസ്വം ബോർഡ് വിശ്വാസികളുടേതാണ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാർ വിശ്വാസികളുടെ ജീവനക്കാരാണ്. അവർ കടപ്പെട്ടിരിക്കുന്നത് മൂർത്തിയോടാണ്, ഭഗവാനോടാണ്, വിശ്വാസികളോടാണ് എന്നുള്ളത് കൂടി മറക്കാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ യോഗം വിളിച്ചത് പോരാഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിനെ വിളിച്ചിരിക്കുന്നു പ്രതിനിധിയായിട്ട്. സർവകക്ഷി യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന് ഈ ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വലിയ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തിയ ഈ നാടകം ദേവസ്വം സ്വത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളത് ഒരു ചോദ്യമായി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും പള്ളിയുടെ കാര്യത്തിലുള്ള ഒരു കാര്യത്തിനാണ് മറ്റുള്ളവരെ വിളിച്ചിരുന്നെങ്കിൽ ഇവർ എന്ത് പറയുമായിരുന്നു? ദേവസ്വം സ്വത്താണ്, അത് സർക്കാർ ഭൂമിയല്ല എന്നുള്ള ഉത്തമ ബോധ്യമാണ്. ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരണം നൽകണമെന്ന് ശശികല ടീച്ചർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്, അനധികൃതമായിട്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ ക്ഷേത്രത്തിൽ മാത്രമാണോ? നമ്മളെടുത്ത് നോക്കൂ, കേരളത്തിലെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. പത്മനാഭസ്വാമി ക്ഷേത്രം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് അല്ലേ? അവിടെ നടത്തുന്ന അനധികൃതമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഭഗവാന്റെ സ്വത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് കാണാതാകുന്ന പ്രശ്നം തൊട്ട് അവിടെ നേരെ ചൊവ്വയല്ല കാര്യങ്ങൾ നടത്തുന്നതെന്നും അതിൻ്റെ ഓഫീസിനകത്തിരുന്ന് നോൺ വെജ് കഴിച്ച ജീവനക്കാരുടെ അടക്കം പ്രശ്നങ്ങൾ വെളിയിൽ വന്നതാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത് ഈ പറയുന്ന പോലെ തന്നെയാണ് തൊട്ടിങ്ങോട്ട് വരുമ്പോഴത്തേക്കും, വളരെ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പ്രശ്നങ്ങളില്ലാത്തത്? പിന്നെ ശബരിമല നമുക്ക് മുച്ചൂട് മുടിക്കാൻ അവസാനം സുപ്രീം കോടതി ചോദിച്ചു, അവിടെ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, അയ്യപ്പൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാനം ഒരു യുവാവ് ഒരു വലിയ ക്ഷേത്രത്തിൽ, ആന്ധ്രയിൽ എവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടു, ഭഗവാൻ അയ്യപ്പൻ്റെ കോണകം മഞ്ഞയായിരിക്കരുത്, അത് അവന്മാർ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. ആ കണക്കിനായിരുന്നു അവന്മാർ ഈ കൊള്ള നടത്തിയത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം, ശബരിമല കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഏതാ? ഗുരുവായൂർ. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഗുരുവായൂരിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ മിഠായി വിതരണം തൊട്ട് ക്ഷേത്രക്കുളത്തിലിറങ്ങിയ പെൺകുട്ടി വരെ ഇതിനകത്ത് ഗൂഢാലോചനകളുടെ കുത്തൊഴുക്കാണ്. എങ്ങനെയൊക്കെ ഈ ക്ഷേത്രത്തെ, പവിത്രമായ ക്ഷേത്രത്തെ തകർക്കാമെന്ന് ആലോചിക്കുന്നവർ. ഇനി അടുത്ത് വടക്കുംനാഥ ക്ഷേത്രമാണ്. ഇതിൽ നിൽക്കുമോ? അതിലൊന്നും നിൽക്കാറില്ല. ഇവിടം തൊട്ട് അങ്ങോട്ട് തളിപ്പറമ്പ് ക്ഷേത്രമൊക്കെ വക്കഫാക്കാൻ വേണ്ടി നടക്കുക. അങ്ങനെ എത്ര ആയിരം ക്ഷേത്രങ്ങളുണ്ടോ കേരളത്തിൽ, അതിനെ എല്ലാം ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതീവ ദുർബുദ്ധിയോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ വടക്കുംനാഥ ഭൂമിയിൽ
മുസ്ലിം ലീഗിനാണ് കണ്ണ് എന്നുള്ളതാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത്. കാരണം വടക്കുംനാഥ ഭൂമിയിൽ എന്ത് യോഗം നടത്തണം, ഹൈക്കോടതി വിധി അവിടെ പാലിക്കണോ, അത് വേണ്ടേ, അതിനെതിരെ ഹർജി പോകണോ, ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഗൂഢോദ്ദേശത്തോടുകൂടി അവിടെ ദേവസ്വം ബോർഡ് യോഗം നടത്തുന്നു. എന്തിനു വേണ്ടി യോഗം നടത്തുന്നു? അതിൽ മുസ്ലിം ലീഗിനെ അവരെ പങ്കെടുപ്പിക്കുന്നു. ഗുരുതരമായ പ്രശ്നമാണിത്. ഇത് നിസ്സാര പ്രശ്നമല്ല. ലീഗിന് എന്താ അമ്പലത്തിൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ലീഗ് പ്രതിനിധി എന്നാൽ പറയണം, ഇല്ല ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, അത് ക്ഷേത്രകാര്യമല്ലേ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യമല്ലേ, അതിനകത്തേക്ക് ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ, അതൊരു പൊതു അഭിപ്രായം സ്വരൂപിച്ചിട്ട് അത് വിശ്വാസികളുടെ കാര്യമാണ്, അത് ക്ഷേത്രഭൂമിയിലെ കാര്യമാണ്, അത് പൊതു സ്വത്തല്ല എന്ന ബോധ്യത്തോടു കൂടി അവരത് പറയണം. ഇവിടെ അവർ പങ്കെടുക്കുകയാണ്. ഈ പറയുന്ന പോലെ ക്ഷേത്രകാര്യത്തിനകത്ത് ലീഗിന് എന്താണ് ഇത്ര കണ്ണ്? ദേവസ്വത്തിൻ്റെ ഇല്ലെങ്കിൽ വടക്കുംനാഥൻ്റെ ഭൂമിയിൽ കണ്ണ് വയ്ക്കാൻ ലീഗിന് എന്താണ് ഇത്ര താല്പര്യം? ലീഗിന് അതുകൂടെ വേണോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ 4 മടക്കി പോക്കറ്റിലിട്ടാൽ മതി. അതിന് ഇവിടെ നിൽക്കുന്ന വിശ്വാസികളുണ്ടല്ലോ, അവർ സംരക്ഷണം ഒരുക്കും. ക്ഷേത്രത്തിനായാലും ക്ഷേത്രഭൂമിക്കായാലും ശരി തന്നെ. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും എല്ലാ മാസവും നടക്കുന്ന നാമജപ യജ്ഞമുണ്ട്. അത് വെറുതെ നടക്കുന്നതല്ല, അത് അവിടെ നടക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്നറിയാമോ? ഭഗവാന്റെ സ്വത്തുക്കൾ കയ്യേറാൻ വരുന്നവരോടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണത്. ഇത് ഞങ്ങൾക്ക് എന്തു ചെയ്യണമെന്നറിയാം എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ്. ഞങ്ങൾ ഭക്തർ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇടപെടും എന്നുള്ള മുന്നറിയിപ്പ്. അതുപോലെ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റും ഭക്തരുടെ പ്രദക്ഷിണം വെച്ചുള്ള നാമജപം വേണ്ടി വരും. എന്തിനാണ്? ഭഗവാന്റെ സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ. അതിനു വേണ്ടിയിട്ടുള്ള കരുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. ലീഗ് പോലുള്ളവർ ഇതിനെതിരെ, ഈ പറയുന്ന ക്ഷേത്രഭൂമിക്കെതിരെ രംഗത്ത് വന്നാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. വിശ്വാസി സമൂഹം വിശ്വാസികളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും. നിയമപരമായിട്ടുള്ള എല്ലാ വശങ്ങളും സ്വീകരിക്കും, രാഷ്ട്രീയപരമായി അതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.